ഇവിടെ കഞ്ചാവ് ലീഗലൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പബ്ലിക്കായിട്ട് തന്നെ കഞ്ചാവ് ഐറ്റംസും വിൽക്കുന്ന ഷോപ്പുകൾ ഇവിടെ ഒരുപാട് കാണാൻ സാധിക്കും. വെൽക്കം ബാക്ക് ടു ട്രിപ്പിംഗ് വിത്ത് EJ ആൻഡ് AJ. ഞങ്ങളെ തായ്ലൻഡ് കാഴ്ചകൾ ഇവിടെ തുടങ്ങുകയായി. 5 മുതൽ 9 വരെയുള്ള ആളുകൾ നമ്മളെ പാക്കേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന വണ്ടി ഇതാണ്. നമ്മളെ നാട്ടിലെ സമയത്ത് നിന്ന് 1.5 മണിക്കൂർ മുൻപിലാണ് ഇവിടുത്തെ സമയം. ഇവിടെ ഇപ്പോൾ രാവിലെ 8:30 ആയിട്ടുണ്ട്. അപ്പം നമ്മളെ നാട്ടിൽ ഇപ്പം രാവിലെ 7 മണിയാണ് ആയത്. ബാങ്കോക്ക് നഗരം ഉണരുന്നേയുള്ളൂ. അപ്പം നമ്മളുടെ യാത്ര സഫാരി വേൾഡിലേക്ക്. ഇതാണ് സഫാരി വേൾഡ്. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് അഡൽട്ടിന് സഫാരി പാർക്ക് മാത്രമാണെങ്കിൽ 1000 ബാത്തും, മറൈൻ പാർക്കാണെന്നുണ്ടെങ്കിൽ 1300 ബാത്തുമാണ്. അപ്പോൾ ടോട്ടൽ വരുന്നത് 2300 ബാത്തും. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ 2000 ബാത്തുമാണ്. പക്ഷേ ഇതിന് പകരം നമ്മൾ കോംബോ എടുക്കുന്ന സമയത്ത് വലിയ ആളുകൾക്ക് 1500 ബാത്തിനും കുട്ടികൾക്ക് 1400 ബാത്തിനും കിട്ടുന്നതാണ്. പിന്നെ ഉച്ചയ്ക്കുള്ള ലഞ്ച് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി സഫാരി വേൾഡിലൂടെയുള്ള യാത്രയ്ക്കാണെന്നുണ്ടെങ്കിൽ ഓരോ ഹാഫ് ആൻ അവർ കൂടുമ്പോഴും ഇവിടുന്ന് ബസ് ഫെസിലിറ്റി ഉണ്ട്. അതിന് 100 ബാത്താണ് വരുന്നത്. ഒരു 500 ബാത്തൊക്കെ കൊടുത്താൽ നമുക്കിതാ ഈ കാണുന്ന പോലെ ചില ട്രെയിൻഡ് ആയിട്ടുള്ള ആനിമൽസിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഇതുപോലെ ഇഷ്ടമുള്ള വീഡിയോ എടുക്കാനൊക്കെ ഉള്ള അവസരവും ഇവിടെ കിട്ടും. 500 ബാത്ത് എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിൽ 1500 രൂപ. വളരെ ലക്ഷറി ആയിട്ടുള്ള ഫുഡും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഫ്രീഡത്തിലുമാണ് ഇവിടെയുള്ള ആനിമൽസ് എന്നൊക്കെ നമുക്ക് ഓരോന്നിനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എയർപോർട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഇവിടെയുള്ള ടൈഗർ ബർഗർ എന്നാണ് ഫുഡ് കഴിക്കുന്നത്. ഇവിടുത്തെ ഒരു ബർഗറിന് 155 ബാത്താണ്. പിന്നെ മോൾക്ക് നഗറ്റ്സാണ് വാങ്ങിച്ചത്. അതിന് 100 ബാത്താണ് വരുന്നത്. പേര് കേട്ടിട്ട് ഇതൊരു ടൈഗർ മീറ്റ് കൊണ്ടുള്ള ബർഗറാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. ഇത് നമ്മളെ നോർമൽ ചിക്കൻ ബർഗർ തന്നെയാണ്. നമ്മൾ സഫാരി വേൾഡിൽ വന്നാൽ ഒരു ഫുൾ ഡേ ഇവിടെ നടന്ന് കാണാനുള്ള അത്രയും ഐറ്റംസ് ഇവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ആദ്യം തന്നെ ഇവിടെ വരുമ്പം ഇവിടെ കുറേ ഷോസ് ഉണ്ട്. അതിന് ഓരോ ടൈമുണ്ട്. എലഫൻറ്റ് ഷോ, ഒറാങ്ങുട്ടൻ ഷോ, സ്പൈവാർ, ഡോൾഫിൻ ഷോ, ഇതൊക്കെ ഒരു സ്പെഷ്യൽ ടൈമിലാണ് ഉണ്ടാവുക. അപ്പോൾ ആദ്യം നമ്മളിവിടെ വന്നിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുക. ആ ഒരു സ്പെസിഫിക് ടൈമിൽ ആ ഒരു ഷോക്ക് കയറിയിട്ട് ബാക്കിയുള്ള സമയത്ത് വേണം നമ്മൾ ഈ ആനിമൽസിനൊക്കെ നടന്ന് കാണാൻ. അപ്പോൾ നമുക്ക് നമ്മുടെ ഷോയും മിസ്സാവില്ല, ബാക്കിയുള്ള സമയത്ത് ആനിമൽസിനെ കാണുകയും ചെയ്യാം. ഈ സഫാരി വേൾഡിൻ്റെ പല ഭാഗത്തായിട്ട് ഇതുപോലെയുള്ള കുറേ ഇൻഫർമേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ പരിപാടിയും ഏത് ഷോ എപ്പം കാണണമെന്ന് പ്ലാൻ ചെയ്യാൻ. ഞങ്ങളിപ്പോൾ കാണാൻ പോണത് എലഫൻറ്റ് ഷോ ആണ്. 11 മണിക്കാണ് ഷോ വരുന്നത്. ഇന്ന് നല്ല റഷാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പോയിട്ട് അവിടെ സീറ്റ് പിടിക്കില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും.
പേര് പോലെ തന്നെ ഒരു മിനിറ്റ് പോലും കണ്ണെടുക്കാതെ കണ്ടിരിക്കാവുന്ന ഒരു അടിപൊളി വാർ എക്സ്പീരിയൻസ് ആണ് ഇവർ തരുന്നത്. നമ്മൾ ഫിലിമിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ, പക്ഷേ ഇത്രയും ടൈമിംഗ് ആയിട്ട് ഇത്രയും ആക്യുറേറ്റ് ആയിട്ട് ഇവർ നമ്മളെ മുന്നിൽ ഈ ഷോ കാണുമ്പോൾ ഒന്നും പറയാനില്ല. അടിപൊളി. കണ്ട് തന്നെ ഇത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. അതിൻ്റെ ചില പോർഷൻസ് മാത്രമേ ഞാനിതിൽ ഇട്ടിട്ടേ ഉള്ളൂ. സ്പൈ വാർ ഷോൻ്റെ അവിടെ വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ 6 റോയിൽ ഇരിക്കരുത്, നനയാൻ ചാൻസ് ഉണ്ടെന്ന്. ഇന്ന് നല്ല റഷായത് കാരണം ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഓടിക്കേറി ഫ്രണ്ട് റോയിലിരുന്നു. അതുകൊണ്ട് എന്താ മൊത്തം നനഞ്ഞ് ഒരു പരുവായി. ഇവിടെ നിന്നായിരുന്നു നമ്മളുടെ ഇന്ത്യൻ ഫുഡൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ മീൽസ് നമ്മളെ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഫുഡ് വേണോ? ഇവിടെ ഒരാൾ ആനിമൽസിന് ഫീഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് നിൽക്കുകയാണ്. ശരിക്കും നമ്മളൊരു എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ കീഴിലുള്ളൊരു സ്ട്രിക്റ്റ് സൂപ്പർവിഷനിൽ നമ്മൾക്ക് ആനിമൽസിന് ലൈവ് ഫീഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. ശരിക്കും നമ്മളെ നാട്ടിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണത്. എന്താ വരുന്നുണ്ടോ? ഏസിക്ക് ഇഷ്ടമായോ ക്യാമലിനെ? ഇവിടുത്തെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷനാണ് ഈ കടുവക്കുട്ടിക്ക് പാല് കൊടുക്കുക എന്നുള്ളത്. 1-2 മിനിറ്റ് നേരമുള്ള ഈ ഒരു പരിപാടിക്കാണ് 700 ബാത്താണ് ഇവർ വാങ്ങിക്കുന്നത്. എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയുള്ള ഏത് ആനിമൽസിനെ വേണമെങ്കിലും ലൈവായിട്ട് ഫീഡ് ചെയ്യാം. ഇനി വരുന്നത് ഡോൾഫിൻ ഷോയാണ്. മറ്റൊരു രാജ്യത്ത് വരുമ്പം അവർ നമ്മളെ ഇന്ത്യൻ സോങ് വെച്ച് ഭാരത് മാതാ കി ജയ് വിളിച്ചിട്ട് നമ്മളെ റിസീവ് ചെയ്യുന്ന ആ ഒരു ഗൂസ് ബം മൊമെൻ്റാണ് നമുക്ക് ഈ ഡോൾഫിൻ ഷോൻ്റെ ഇവിടെ കിട്ടിയത്.
റഷ് ആയത് കാരണം നല്ല ചൂടുണ്ട്. അപ്പോൾ ഇവിടെ വാട്ടർ സ്പ്രേ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. തായ്ലൻഡ് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ടൈം നവംബർ ടു ഫെബ്രുവരി വരെയാണ്. ജൂലൈ ടു ഒക്ടോബർ വരെയാണ് ഇവിടെ റെയിനി സീസൺ. വേൾഡിലെ തന്നെ ഏറ്റവും അധികം ജിറാഫുകൾ ഉള്ളിടത്തേക്കാണ് നമ്മളുടെ അടുത്ത യാത്ര. ഈജൻ്റെയും ഏജൻ്റെയും ജിറാഫിനുള്ള ലൈവ് ഫീഡിംഗ് ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. കുട്ടികളൊക്കെ ഈ യാത്ര എത്രമാത്രം എൻജോയ് ചെയ്യുന്നുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നുണ്ടാവും. അവർക്ക് ഇത്ര അടുത്ത് ഇടപഴകുവാനും ലൈവ് ഫീഡ് ചെയ്യാനൊക്കെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് അവരുടെ ലൈഫിൽ ഒരു വാല്യുബിൾ മൊമെൻ്റ് ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. നോക്കട്ടെ ആരാണ്? തത്തമ്മേ, തത്തമ്മക്ക് ഒരു ഹായ് പറഞ്ഞേക്കുന്നാലേ. 4 o'clock ആയി. ഞങ്ങൾ സഫാരി വേൾഡ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങി. ഇനി ഞങ്ങൾ വണ്ടി എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് 1.5 മണിക്കൂറുണ്ടാവും പട്ടായയിലേക്ക്. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ സഫാരി വേൾഡിൻ്റെ പുറത്തെത്തി. ഇനി നമ്മൾ സഫാരി പാർക്കിലേക്കാണ് പോകുന്നത്. സഫാരി വേൾഡിലുള്ള എല്ലാ ആനിമൽസും ലീവ് ചെയ്യുന്ന ഫോറസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു സഫാരി പാർക്കാണ്. അപ്പം ഇവിടെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന വാഹനത്തിൻ്റെ സ്പീഡ് 20 km/h കൂടാൻ പാടില്ല. പിന്നെ പല സ്ഥലങ്ങളിലും വളരെ സൂക്ഷിച്ച് വേണം പോകാൻ. പല സ്ഥലങ്ങളിലും കടുവയും പുലിയും അടക്കമുള്ള ആനിമൽസ് നമ്മുടെ റോഡിൻ്റെ മുന്നിൽ തന്നെ കാണാൻ നമുക്ക് ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു യാത്രയാണ്. പിന്നെ യാത്രൻ്റെ ഇടയ്ക്ക് ഒരിക്കലും വിൻഡോ ഒന്നും ഓപ്പൺ ചെയ്ത് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും ട്രൈ ചെയ്യരുത്. ഇവരെ എപ്പോഴാണ് വയലൻ്റ് ആവുക ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ കാഴ്ചകൾ ആസ്വദിച്ച് നമ്മൾ പെട്ടെന്ന് പുറത്തേക്ക് പോവുക. ഇത്തവണത്തെ യാത്രയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട്. നമ്മൾ സ്വന്തമായിട്ട് പാക്കേജ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ഒറ്റയ്ക്കുള്ള ട്രിപ്പാണിത്. അപ്പം നമ്മൾക്കിതിന് ഹെൽപ്പ് ചെയ്യാൻ അവിടെയുള്ള നമ്മളുടെ ഫ്രണ്ട് നമ്മൾക്ക് വെഹിക്കിളൊക്കെ സെറ്റ് ചെയ്തു എന്നല്ലാണ്ട് ബാക്കി എല്ലാ യാത്രകളും ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണ്. ഇനി നമ്മൾ പോകുന്നത് നമ്മളെ റൂമിലേക്കാണ്. തുർക്കിഷ് കബാബ് സെൻ്ററിൽ കയറിയിട്ട് ഒരു തുർക്കിഷ് ഷവർമയാണ് ഓർഡർ ചെയ്തത്. ഇവിടെ തായ്ലൻഡിൽ വന്നിട്ട് ദോശ കഴിക്കുന്ന ഒരാളുണ്ട്, കാണിച്ചു തരാം. ഈസിക്ക് എന്ത് ഫുഡ് കഴിക്കാൻ പോണേ? ദോശ. ഈസി ഫുഡൊക്കെ ഇഷ്ടമായോ? ദോശ ഇഷ്ടമായോ? ഹാപ്പി ആയോ? ഇനി എന്താ ചെയ്യാ? എന്താണ് എന്താ വേണ്ടേ? ഗുഡ് പ്രിൻസസ് ആണല്ലേ.
ഈ മുകളിൽ കാണുന്ന ലീഫിൻ്റെ പിക്ചറുള്ള ഷോപ്പ് എന്ത് ഷോപ്പാണ് എന്നറിയാം? ഇത് കഞ്ചാവും കഞ്ചാവ് പ്രോഡക്ട്സും വിൽക്കുന്ന ഷോപ്പാണ്. ഇവിടെ കഞ്ചാവ് ലീഗലൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പബ്ലിക്കായിട്ട് തന്നെ കഞ്ചാവും കഞ്ചാവ് ഐറ്റംസും വിൽക്കുന്ന ഷോപ്പുകൾ ഇവിടെ ഒരുപാട് കാണാൻ സാധിക്കും. ഇനി നമ്മൾ വീണ്ടും തിരിച്ച് റൂമിലേക്കാണ്. ഇതാണ് നമ്മൾ നിൽക്കുന്ന വെൽക്കം പ്ലാസ ഹോട്ടൽ. ഈ റൂമിന് വരുന്ന റെൻറ്റും എന്തുകൊണ്ട് നമ്മൾ ഈ റൂം സെലക്ട് ചെയ്തു എന്നുള്ളതൊക്കെ ഇനി വരുന്ന എപ്പിസോഡിൽ ഞാൻ പറയുന്നതാണ്. ഉറക്കമില്ലാത്ത പട്ടായ നഗരത്തിൽ ഞങ്ങളിത് ഉറങ്ങാൻ പോകുന്നു. ഗുഡ് നൈറ്റ്.